ഹലോ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഫ്രീ ഫയറിൽ ഈസി ആയിട്ട് വൺ ടാപ്പ് അടിക്കാൻ പറ്റുന്ന 4 ടിപ്സിനെ കുറിച്ചാണ് ഗൈസ് നമ്മളത് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഉപയോഗപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഡയറക്റ്റ് വീഡിയോ ആയിട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ടിപ്പ് നമ്പർ 1 എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നിങ്ങൾ ഇപ്പോൾ ഗ്ലൂ വാളിട്ട് നിൽക്കുകയാണെന്ന് വിചാരിച്ചു, നിങ്ങളുടെ ഫ്രണ്ടിൽ എനിമിയുണ്ട്, നിങ്ങൾ എപ്പോഴും ഗ്ലൂ വാളിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ അടിക്കാൻ ശ്രമിക്കുക. റൈറ്റ് സൈഡിൽ കൂടെ അടിക്കുമ്പോൾ നിങ്ങളുടെ എയിം ലോക്ക് ആവുക. നിങ്ങൾക്ക് കാണാം, ഞാൻ അപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ റൈറ്റ് സൈഡിലാണ് കൂടുതൽ ഇങ്ങനെ എയിം കറക്റ്റ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കൂടെ അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹെഡ് ഷോട്ട് നല്ലോണം കയറുന്നതായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ അടിച്ചാലും കയറും, എന്തായാലും കൂടുതലും കയറാൻ ചാൻസ് ഉള്ളത് റൈറ്റ് സൈഡിൽ കൂടെ അടിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കൂടെ തന്നെ അടിക്കുക. അപ്പോൾ ടിപ്പ് നമ്പർ 2 എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിന് പറ്റിയതായിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിന്ന് ആ 2 ബോട്ട്സിനെ ഓരോ സെൻസിറ്റിവിറ്റി ഇട്ട് അടിച്ച് നോക്കുക. നിങ്ങൾ ഏറ്റവും ആദ്യം കിടക്കുന്ന സെൻസിറ്റിവിറ്റി ആദ്യം കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് കളിച്ച് നോക്കുക. ഏത് സെൻസിറ്റിവിറ്റിയാണോ നിങ്ങളുടെ ഹെഡ് ഷോട്ട് നല്ലോണം കയറുന്നത്, നിങ്ങൾ ആ സെൻസിറ്റിവിറ്റി ഇട്ട് കളിക്കുക. അപ്പോൾ നിങ്ങളുടെ ഹെഡ് ഷോട്ട് കയറാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ടിപ്പ് നമ്പർ 3 എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ചെയ്തത് നമ്മളെ ഫയർ ബട്ടൺ ഒരു 50-45 ആക്കി വെച്ചിട്ട് ഏറ്റവും ഫയർ ബട്ടൺ ഏറ്റവും അടിയിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ നിങ്ങൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നല്ല ഹെഡ് ഷോട്ട് കയറുകയും ചെയ്യും, നല്ല മുകളിലോട്ട് പോവുകയും ചെയ്യും. ചിലപ്പോൾ ഹെഡ് ഷോട്ട് കയറാനുള്ള ചാൻസസ് കൂടുതലുമാണ്. നിങ്ങൾ അങ്ങനെ വെച്ച് കളിച്ച് നോക്കുക. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മാറ്റുക, സാധാരണയായിട്ട് തന്നെ കളിക്കുക. നിങ്ങൾ അങ്ങനെ വെച്ച് കളിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഹെഡ് ഷോട്ട് നല്ലോണം കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വെച്ച് കളിച്ച് നോക്കുക, ഇങ്ങനെ തന്നെ വെച്ച് കളിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ അവസാനത്തെയാണ് നിങ്ങളുടെ ഡ്രാഗിങ് മെത്തേഡ്. ഞാൻ ഡ്രാഗ് ചെയ്യുന്നത് എൽ ഷേപ്പിലും പിന്നെ നേരെ മുകളിലോട്ടാണ് ഡ്രാഗ് ചെയ്യുന്നത്. അങ്ങനെ ഡ്രാഗ് ചെയ്താൽ നിങ്ങൾ ഹെഡ് ഷോട്ട് നേരെ കയറുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നല്ലോണം ഡ്രാഗ് ചെയ്യില്ല, അപ്പോൾ നിങ്ങൾ അടികൾ കൊള്ളില്ല, അത് ആകാശത്ത് പോവുള്ളൂ. അത് നിങ്ങൾ ഒരു മീഡിയം ലെവലിൽ ഡ്രാഗ് ചെയ്താൽ നിങ്ങളുടെ ഹെഡ് ഷോട്ട് നല്ലോണം കയറുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഇന്നിട്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ ഗൈസ്.